Hi all, welcome back to the second and last unit of Block 1. Almost Everything is Black and White by Greta Thunberg. So let's analyze the backdrop of the unit. So നമുക്ക് ഈ ഒരു യൂണിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചെക്ക് ചെയ്യാം. So the title Almost Everything is Black and White symbolizes the urgency and clarity with which climate issues should be addressed. So ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും എന്താണ്, എങ്ങനെയാണ് ക്ലൈമറ്റ് ഇഷ്യൂസ്, ഈ കാലാവസ്ഥ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിൻ്റെ അത്യാവശ്യതയും വ്യക്തതയും ഒക്കെയാണ് ഈ ഒരു യൂണിറ്റ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. സോ ഗ്രേറ്റ തൻബർഗിന്റെ റിയൽ ആയിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് പോർട്രേ ചെയ്തേക്കുന്നത്, ഈ ഒരു സ്പീച്ചിൽ വരുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്, ആഗോളതലത്തിൽ വരെ അത്രയും വിസിബിൾ ആണ്. സോ അത്രയും സ്പ്രെഡ് ആയിട്ടാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ വരുന്നത്. ഓരോ കാലാവസ്ഥാ മാറ്റങ്ങളുടെയും പ്രത്യാഘാതം എന്താണ്, അത്രയും കഠിനം തന്നെയാണ്. ഉയർന്ന ഗ്ലോബൽ താപനിലയും ഉരുകുന്ന ഹിമാനികളും അതേപോലെ തന്നെ കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളും എന്നിവയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ വ്യക്തമായ ഒരുപാട് സയന്റിഫിക് എക്സ്പ്ലറേഷൻസ് നടത്തിയിട്ട് തെളിവുകളും സഹിതം എന്താണ് നൽകിയിട്ടുണ്ട്. സോ എന്നാലും എന്താണ്, ഈ ഒരു വ്യക്തതകൾ ഉണ്ടെങ്കിലും ഈ രാഷ്ട്രീയപരമായിട്ടും അതേപോലെ തന്നെ കോർപ്പറേറ്റ് മേഖലകളിലും സ്വീകരിക്കുന്ന ഒരു എന്താണ്, ഇതിനെതിരെ എന്താണ് അത്രയും അലക്ഷ്യമായിട്ടുള്ളൊരു ഭാവമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. സോ അതിവിദഗ്ധമായ പരിഹാരങ്ങൾ നടപ്പിലാക്കുന്നതിന് ഇതൊരു തടസ്സമായിട്ടിരിക്കുന്നു. കാര്യം ഈ ഒരു കോർപ്പറേറ്റുകളും ഈ രാഷ്ട്രീയ സംഘടനകളും എന്താണ്, ഇത് അത്രയും എന്താണ് ലാഘവമായിട്ട് കാണുന്നു. സോ അതുകൊണ്ട് ഇതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും എന്താണ് വേണ്ട വിധം നടക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത്. സോ ഹൂ ഈസ് ഗ്രേറ്റ തൻബർഗ്? നമ്മുടെ ഗ്രേറ്റ തൻബർഗ് ആരാണ്, അതായത് നമ്മുടെ ഈ ഒരു സ്പീച്ചിന്റെ റൈറ്റർ ആയിട്ടുള്ള ഗ്രേറ്റ തൻബർഗ് ആരാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. സോ ഷീ ഈസ് എ സ്വീഡിഷ് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ഹൂ ഗെയിൻഡ് ഗ്ലോബൽ അറ്റൻഷൻ ഇൻ 2018 when she started the Fridays for Future movement, striking from school to protest against political inaction on climate change. അതായത് ഗ്രേറ്റ തൻബർഗ് ആരാണ്, ഒരു സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ആണ്. മെയിനായിട്ടും ഒരു ക്ലൈമറ്റ് കണ്ടീഷൻസിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ്, സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ആണ് ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്നത്. 2018 ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ രാഷ്ട്രീയ നേതാക്കൾ സ്വീകരിക്കുന്ന അലംഭാവത്തിനെതിരെ സ്കൂളിൽ നിന്നുള്ള സമരം ആരംഭിച്ചതാണ് എന്താണ് നമ്മുടെ ഗ്രേറ്റ തൻബർഗിന് ആഗോളപരമായിട്ട് അത്ര ശ്രദ്ധ നേടിക്കൊടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് UN, യൂറോപ്യൻ പാർലമെന്റ്, വേൾഡ് എക്കണോമിക് ഫോറം എന്നിവയിലേക്കും ഗ്രേറ്റ തൻബർഗ് ശബ്ദമുയർത്തിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാർബൺ എമിഷൻ, കാർബണിന്റെ ഉത്ഭവവും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അത്യാവശ്യത ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് ഒരുപാട് എന്താണ് മൂവ്മെന്റ്സ് ഗ്രേറ്റ തൻബർഗ് നടത്തിയിട്ടുണ്ട്. സോ അവരുടെ പ്രവർത്തനമാണെങ്കിലും അത്രയും സത്യസന്ധാപരമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളെയും കോർപ്പറേറ്റുകളെയും അവരുടെ വാഗ്ദാനങ്ങൾക്ക് ഉത്തരവാദികളാക്കുകയും എന്താണ് പറയുന്നത്, ഈ ഗ്രീൻ വാഷിംഗ് ചെയ്യുന്ന അഥവാ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിസ്ഥിതി സൗഹാർദ്ദ പ്രചരണങ്ങളാണ് നമ്മൾ ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. അതിനെല്ലാം പൂർണ്ണമായും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു ഈ ഗ്രേറ്റ തൻബർഗിന്റെ പ്രവർത്തനങ്ങളെല്ലാം. മാത്രമല്ല അത്രയും വ്യക്തിഗത പ്രവർത്തനങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാറ്റത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. വ്യക്തിഗതമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല അവർ ഉദ്ദേശിച്ചിരുന്നത്. അവർ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, എന്തൊക്കെ നടപടികൾ എടുക്കണം എന്നുള്ളതിനെ എല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ആണ് നമ്മുടെ ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്നത്. She delivered her Almost Everything is Black and White speech on October 31st, 2018 at the Declaration of Rebellion organized by Extinction Rebellion in Parliament Square, London. So പാർലമെന്റ് സ്ക്വയർ ലണ്ടനിലാണ് ഈ ഒരു സ്പീച്ച് ഗ്രേറ്റ തൻബർഗ് ഡെലിവർ ചെയ്തേക്കുന്നത്. സോ 31st October 2018 ഈ ഒരു സ്പീച്ച് എന്താണ് ഗ്രേറ്റ തൻബർഗ് ഡെലിവർ ചെയ്തേക്കുന്നത്. ഈ ഒരു സ്പീച്ചില് ഗ്രേറ്റ തൻബർഗ് 8ാം വയസ്സിൽ കാലാവസ്ഥാ പ്രതിസന്ധിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടി വന്ന വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഒരു അനുഭവം എന്താണ് പങ്കുവെക്കുകയാണ്. സോ 8ാമത്തെ വയസ്സിൽ തന്നെ ആ കുട്ടി എന്താണ് അത്രയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലൈമാറ്റിക് ചേഞ്ചിനെ കുറിച്ചിട്ട് അത്രയും ചിന്തിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്നത്. മാത്രമല്ല വ്യക്തമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിട്ടും സമൂഹം പോലും എന്താണ് ഈ ഒരു അവസ്ഥയിൽ തന്നെ തുടർന്നു പോവുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അതൊക്കെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷേഴ്സും
മെഷേഴ്സും സ്റ്റെപ്സും ഒന്നും എടുക്കാതെ അതേപോലെ തന്നെ തുടരുന്നതിൽ ഗ്രേറ്റ തൻബർഗ് എന്താണ് അതിശയിച്ചു പോവുകയാണ്. ആ അനുഭവങ്ങൾ എന്താണ് ഗ്രേറ്റ തൻബർഗ് പങ്കുവെക്കുകയാണ്. ആ ഒരു സ്പീച്ചിൽ മെയിൻ ആയിട്ടും അതാണ് കണ്ടന്റ് ആയിട്ട് വരുന്നത്. ഗ്രേറ്റ തൻബർഗിന് എന്താണ് ആസ്പെർഗേഴ്സ് സിൻഡ്രോം ഉള്ളൊരു വ്യക്തിയാണ്. ആസ്പെർഗേഴ്സ് സിൻഡ്രോം അനുഭവിക്കുന്ന ഒരാളാണ് ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്നത്. അതായത് പല കാര്യങ്ങളും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലായിരിക്കും ഈ ആസ്പെർഗേഴ്സ് സിൻഡ്രോം ഉള്ളവർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അസാധാരണമായിട്ടും അവ്യക്തതയോടെയുമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അത്രയും അസാധാരണമായിട്ടും അവ്യക്തമായിട്ടായിരിക്കും പല കാര്യങ്ങളും ഫീൽ ചെയ്യുന്നത്. അതാണ് മെയിനായിട്ടും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് അത്രയും സ്ട്രെയിറ്റ് ആയിട്ടല്ല ഗ്രേറ്റ തൻബർഗിന് ആ ഒരു സിൻഡ്രോം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ തന്നെയാണ് പറയുന്നത് ഈ ഒരു കാലാവസ്ഥ മാറ്റം എന്താണ് ഒരു അസ്ഥിതപരമായിട്ടുള്ള ഭീഷണിയാണെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടും അതിനെ നേരിടാൻ വേണ്ട എന്താണ് അത്രയും അത്യാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തതിൽ അത്രയും ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ഗ്രേറ്റ തൻബർഗ്. കാര്യം ഇത് അത്രയും അത്യാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നടപടികൾ സ്വീകരിക്കണമെങ്കിലും ഈ ഒരു കോർപ്പറേറ്റുകളും അതേപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളും എന്താണ് കണ്ണടയ്ക്കുന്നതായിരുന്നു ഗ്രേറ്റ തൻബർഗിന് ഫീൽ ചെയ്തത്. സോ ആ ഒരു പ്രസംഗത്തിൽ എന്താണ് കാലാവസ്ഥ പ്രതിസന്ധി നേരിടാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ആ ഒരു പ്രസംഗത്തിലൂടെ ഗ്രേറ്റ തൻബർഗ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫോസിൽ ഇന്ധനങ്ങൾ നേരത്തെ പോലെ ആശ്രയിക്കുന്നത് ഈ ആഗോള നേതാക്കളുടെ അപര്യാപ്തമായ പ്രതികരണവും അതിനെക്കുറിച്ചെല്ലാം വളരെ ശക്തമായിട്ടാണ് ഗ്രേറ്റ തൻബർഗ് വിമർശിച്ചിരിക്കുന്നത്. പിന്നെ ഗ്രേറ്റ തൻബർഗിന് ആസ്പെർഗേഴ്സ് സിൻഡ്രോം ഉണ്ടല്ലോ. സോ ആ ഒരു ആസ്പെർഗേഴ്സ് സിൻഡ്രോം അത്രയും ഒരു സൂപ്പർ പവർ ആയിട്ടാണ് ഗ്രേറ്റ തൻബർഗ് കണ്ടിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു തടസ്സം പോലും ഒരു കഴിവായിട്ടാണ് ഗ്രേറ്റ തൻബർഗ് എടുത്തിട്ടുള്ളത്. ലോകത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് കണ്ടിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലെ ലോകത്തെ അവർ കാണുന്നു എന്നാണ് അവർ ആ ആസ്പെർഗേഴ്സ് സിൻഡ്രോത്തിനെ പോലും അത്രയും പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഗ്രേറ്റ തൻബർഗ് അവതരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു പ്രസംഗത്തിൽ എന്താണ് അത്രയും വ്യക്തമായിട്ട് തന്നെ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടുള്ളത് അതെല്ലാം അത്രയും വ്യക്തമായിട്ട് തന്നെ ഗ്രേറ്റ തൻബർഗ് അത്രയും ശക്തമായിട്ട് തന്നെ ആ ഒരു ഏജിൽ തന്നെ അത്രയും ദീർഘവീക്ഷണത്തോടുകൂടിയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അന്ന് അത്രയും രാഷ്ട്രീയപരമായിട്ട് പോലും ചിന്തിക്കുന്ന രീതിയിലാണ് ആ ഒരു ആശയങ്ങൾ ഉന്നയിക്കുന്നത്. ഒരു സംശയങ്ങളും ആകുലതകളും എല്ലാം ഗ്രേറ്റ തൻബർഗ് ഉന്നയിച്ചിരിക്കുന്നത്. മെയിനായിട്ടും ഗ്രേറ്റ തൻബർഗിന്റെ മുഖ്യ സന്ദേശം എന്താണ് ഉടനെ എന്താണ് അത്രയും മെഷേഴ്സ് എടുക്കണം. ഇതിനെതിരെയായിട്ട് അത്രയും പരിഹാരങ്ങൾ ചെയ്തിരിക്കണം. മസ്റ്റായിട്ട് നിർബന്ധമായിട്ടും അതിനെതിരെയായിട്ട് അത്രയും മെഷേഴ്സ് എടുക്കണം. പിന്നെ രാജ്യങ്ങൾക്ക് തന്നെ എന്താണ് കർശനമായിട്ടുള്ള കർമ്മ പരിപാടികളോ അത്രയും നിയമങ്ങൾ തന്നെ കൊണ്ടുവരണം. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാലാവസ്ഥ നീതി ഉണ്ടാക്കണം. ഇതെല്ലാമായിരുന്നു ഗ്രേറ്റ തൻബർഗിന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അത്രയും ശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ. മെയിനായിട്ടും ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉണ്ടല്ലോ ഈ ഒരു ഹരിത ഗ്യാസ് ഉൽപാദനം മെയിനായിട്ടും കുറയ്ക്കണം. തീർച്ചയായിട്ടും കുറച്ചിരിക്കണം. ആ ഒരു UK ആൻഡ് സ്വീഡൻ പോലുള്ള കൺട്രീസ് തീർച്ചയായിട്ടും ഇത് കുറച്ച് അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു 15% കുറച്ചെന്താണ് ഒരു 2 ഡിഗ്രി സെൽഷ്യസ് ടാർഗറ്റിൽ അത് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഗ്രേറ്റയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. സോ അത്രയും എന്താണ് ഒരു 2 ഡിഗ്രി സെൽഷ്യസ് അതിന് താഴെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഗ്രേറ്റയുടെ ഒരാവശ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്താണ് UK സ്വീഡൻ പോലുള്ള കൺട്രീസ് ഈ ഒരു ഗ്യാസസിന്റെ എമിഷൻ മസ്റ്റായിട്ടും അത് കുറയ്ക്കണം എന്ന് തന്നെയായിരുന്നു ഗ്രേറ്റയുടെ ഒരാവശ്യം എന്ന് പറയുന്നത്. ഗ്രേറ്റ തൻബർഗ് പറയുന്നത് എന്താണ് നമ്മുടെ നൈജീരിയ ഇന്ത്യ പോലുള്ള കൺട്രീസിൽ അത്രയും എന്താണ് ഈ സ്വീഡൻ UK കാട്ടിയും ഒക്കെ അത്രയും ദരിദ്രമായിട്ടുള്ള രാജ്യങ്ങളാണ് ഈ നൈജീരിയയും ഇന്ത്യയും ഒക്കെ. സോ അവിടെ പോലും അത്രയും പ്രോപ്പർ മെഷേഴ്സും പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് ഗ്ലോബൽ വാർമിങ്ങിനെ തടയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ സ്വീഡനും UK-ക്കും ഇത് പറ്റുന്നില്ല? ഇവർക്ക് സാധിക്കുന്നുണ്ടല്ലോ. ഇത്രയും ധനം കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഈ രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? സോ അവരുടെ അടുത്ത് ആ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിനെതിരെ മെഷേഴ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു കാലാവസ്ഥാ നീതി ഉറപ്പുവരുന്നതിന് എന്താണ് പാരീസ് കരാറുകളും ക്യോട്ടോ പ്രോട്ടോകോളുകളും ശക്തിപ്പെടുത്തേണ്ടത് ഒരു ആവശ്യമായിട്ടാണ് ഗ്രേറ്റ തൻബർഗ് പറയുന്നത്. ക്യോട്ടോ പ്രോട്ടോകോൾ എഫക്റ്റീവ് ആക്കണം, പാരീസ് എഗ്രിമെന്റ് എഫക്റ്റീവ് ആക്കണം. എന്തുകൊണ്ട് ഈ വ്യക്തികൾ എന്താണ് ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല? ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് എത്രത്തോളം അന്തരീക്ഷത്തിൽ ലോക്കായി കിടക്കുന്നുണ്ട്, എത്രത്തോളം മലിനീകരണം കൂടുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും എന്തുകൊണ്ട് ആളുകൾ ചർച്ച ചെയ്യുന്നില്ല? ഇത് ഇത്രയും ഈ ഒരു ആവശ്യം എന്താണ് അത്രയും ശക്തമായിട്ട് ഉന്നയിക്കുകയാണ് നമ്മുടെ ഗ്രേറ്റ തൻബർഗ്.
ഈ ഗ്രേറ്റ തൻബർഗിന്റെ മെയിൻ നിരാശ എന്താണ്? ഈ ഒരു കാലാവസ്ഥാ മാറ്റത്തെ ഒരു അടിയന്തര പ്രശ്നമെന്ന നിലയിൽ ആരും കാണുന്നില്ലെങ്കിൽ അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. സോ ഗ്രേറ്റ തൻബർഗിനെ സംബന്ധിച്ച് എന്താണ് ഈ ഒരു അടിയന്തര പ്രശ്നം എന്താണ്? ആരും അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. ഈ ഒരു അധികാരികൾ പോലും ഇതിനെതിരെ കണ്ണടയ്ക്കുന്ന പോലെയാണ് ഗ്രേറ്റ തൻബർഗിന് തോന്നുന്നത്. മാത്രമല്ല, ഇത് താൻ സ്വയം നേരിടേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യമായി ഈ ഒരു കാലാവസ്ഥാ മാറ്റം മാറിയിരിക്കുന്നു. ഇതാണ് ഗ്രേറ്റ തൻബർഗിന്റെ ഒരു അഭിപ്രായം. ഗ്രേറ്റ തൻബർഗിന് അങ്ങനെയാണ് ഈ ഒരു പ്രശ്നം എന്താണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഗ്രേറ്റയുടെ അഭിപ്രായത്തില് ഭാവിയില്ലാത്ത സാഹചര്യത്തില് എന്തിന് സ്കൂളുകളിൽ പോകണം, എന്തിന് പഠിക്കണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം എന്ന് വെച്ചാല് ഇതിന്റെ ഉദ്ദേശങ്ങൾ എന്താണ്? കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഇത്രയും ലാഘവത്തോടുകൂടി കാണുവാണെങ്കിൽ എങ്ങനെ ഭാവി തലമുറകൾ ജീവിക്കും? എന്തായിരിക്കും അവരുടെ അവസ്ഥ? മാത്രമല്ല, ഈ ഒരു ചേഞ്ചസ്, ഈ ഒരു കാലാവസ്ഥാ മാറ്റങ്ങള് അവളും അതുപോലെ തന്നെ ഭാവിയിലെ തലമുറകളും എന്താണ് നേരിടേണ്ടതുണ്ട്. ഭാവിയിലെ എല്ലാ ജനറേഷൻസും ഇതെല്ലാം എന്താണ് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. സോ അവരൊരു 100 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ എന്താണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്തും അവരുടെ ജീവിതത്തെ ബാധിക്കും, അവരുടെ കുട്ടികളെ, കുടുംബത്തെ എല്ലാം ബാധിക്കുമെന്നാണ് ഗ്രേറ്റ തൻബർഗ് പറയുന്നത്. ഇതിലൂടെ അത്രയും ഗൗരവമായിട്ടുള്ള ഒരു നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഗ്രേറ്റ തൻബർഗ് അവിടെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഗ്രേറ്റ എന്താണ് സ്വീഡിഷ് പാർലമെന്റിന് മുമ്പിൽ ഒരു സമരം തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. സോ ഇതെല്ലാമാണ് ഈ ഒരു എസ്സയിലൂടെ പറയുന്നത്. ഈ ഒരു സ്പീച്ച് അതിലൂടെ പറയുന്ന ഈ ഒരു നോ വൺ ഈസ് ടു സ്മോൾ ടു മേക്ക് എ ഡിഫറൻസ് ഓതർ ചെയ്ത് ഗ്രേറ്റ തൻബർഗില് ഈ ഒരു ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞൊരു എസ്സേ പാട്ട്, ആ ഒരു സ്പീച്ചിന്റെ കണ്ടന്റ് വരുന്ന ഒരു പാട്ടിലൂടെ മെയിനായിട്ടും ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിനെതിരായിട്ടുള്ള ആകുലതകളും എങ്ങനെ ഇതൊക്കെ ചേർത്ത് നിൽക്കാം, രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇതിനുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നാണ് ഗ്രേറ്റ തൻബർഗിന്റെ ഒരു അഭിപ്രായവും. ഒരുപാട് ചർച്ചകളും നയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അതിനെതിരായി കർശനമായിട്ടുള്ള നിയമങ്ങൾ ഇതുവരെയായിട്ട് നടപ്പാക്കിയിട്ടില്ല. മാത്രമല്ല, ഈ ഒരു പശ്ചാത്തലത്തിൽ ഗ്രേറ്റ തൻബർഗിന്റെ പ്രസംഗം എന്താണ് ലോകത്തോട് തന്നെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഒരു പ്രിക്കോഷൻസ് തീർച്ചയായിട്ടും എടുക്കണം, അല്ലെങ്കിൽ ഡേഞ്ചർ ആയിരിക്കും ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു സ്പീച്ചിലൂടെ ഗ്രേറ്റ തൻബർഗ് എന്താണ് അറിയിക്കുന്നത്. അത്രയും ഒരു ശക്തമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഗ്രേറ്റ തൻബർഗ് നടത്തിയിട്ടുള്ളത്. ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ എടുക്കേണ്ടുള്ള പ്രിക്കോഷൻസിന്റെ എന്താണ് അത്രയും ഒരു ഏർജൻസി മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം തന്നെയാണ് ഗ്രേറ്റ തൻബർഗിന്റെ. ഈ ഒരു കാലാവസ്ഥാ പ്രതിസന്ധിയുടെ എന്താണ് അത്യാവശ്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു ഗ്രേറ്റ തൻബർഗിന്റെ എന്ന് പറയുന്നത്. ഇതിനെതിരായിട്ട് നിർബന്ധമായിട്ടും എന്താണ് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, അതിന്റെ ആവശ്യകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്രയും എന്താണ് ചിന്താപരമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഗ്രേറ്റ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലാവസ്ഥാ മാറ്റം എന്താണ് പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ദോഷകരമായിട്ടുള്ള എല്ലാ സ്വാധീനങ്ങളും എന്താണ് ഗ്രേറ്റ തൻബർഗ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലാവസ്ഥാ മാറ്റം പരിസ്ഥിതിയിൽ എന്തൊക്കെ ദോഷകരമായിട്ടുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നത് ഓൾറെഡി എന്താണ് ഗ്രേറ്റ തൻബർഗ് അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എന്താണ് തീർച്ചയായിട്ടും എന്തൊക്കെ നടപടികൾ എടുക്കുക, അത് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു ഗ്രേറ്റ തൻബർഗിനെ സംബന്ധിച്ച്. ഇതുവരെ മനസ്സിലാക്കാത്തൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്. മാത്രമല്ല, തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടെയാണ് ഈ ഒരു കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്. ഗ്രേറ്റ തൻബർഗിന്റെ ഈ ഒരു പ്രവർത്തനം തന്നെ എന്താണ് ഈ ഒരു യങ് ജനറേഷനെ തന്നെ എന്താണ് ഈ ഒരു കാലാവസ്ഥാ നീതി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു കാരണമായിട്ട് മാറി ഈ ഒരു ഗ്രേറ്റ തൻബർഗിന്റെ സംസാരങ്ങളും ഈ ഒരു പ്രസംഗം തന്നെ. സോ ഈ ഒരു ഗ്രേറ്റ തൻബർഗിന്റെ ആക്ടിവിസം എന്ന് പറയുന്നത് നമ്മുടെ യങ് ജനറേഷൻസിൽ ഒരു അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു. ഈ ഒരു കാലാവസ്ഥാ നീതി പ്രസ്ഥാനത്തിലേക്ക് അത്രയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു കാരണം കൂടെ എന്താണ് നമ്മുടെ ഗ്രേറ്റ തൻബർഗിന്റെ ഒരു ആക്ടിവിസം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട്. സോ ഇറ്റ് ആൾസോ എൻഷുർഡ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ യങ്ങർ ജനറേഷൻ ഇൻ ദിസ് മൂവ്മെന്റ്. സോ ഈ ഒരു പ്രവർത്തനത്തിലൂടെ എന്താണ് ഈ ഒരു യുവതലമുറകൾ അവര് അത്രയധികം എന്താണ് ആകർഷിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചൊരു പ്രവർത്തനമാണ് ഗ്രേറ്റ തൻബർഗിന്. അവരെയും എന്താണ് ഈ ഒരു കാലാവസ്ഥാ നീതി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്ന അത്രയും ആകർഷണീയമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഗ്രേറ്റ തൻബർഗിന്റെ എന്ന് പറയുന്നത്. മാത്രമല്ല, അവരുടെ ആ ഒരു നടപടികൾ എന്താണ് യുവാക്കളും പരിസ്ഥിതി പ്രതിസന്ധി നേരിടുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാമെന്ന് തെളിയിച്ചിട്ടുമുണ്ട്. ഈ ഒരു യുവാക്കൾക്ക് എന്താണ് ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം. സോ ഈ ഒരു ക്ലൈമറ്റ് ക്രൈസിസ് നേരിടുന്ന ആ ഒരു UK, സ്വീഡൻ ജനതകളിലേക്ക് എന്താണ് അവരിലേക്ക് മാത്രമല്ല ഉടനീളം ആ ഒരു ലോകത്തിലുടനീളം എന്താണ് ഒരു വേക്കപ്പ് കോൾ ആയിട്ടാണ് ഗ്രേറ്റ തൻബർഗിന്റെ ആ ഒരു സ്പീച്ച് ആണെങ്കിലും അവരുടെ ഒരു ആശയങ്ങളാണെങ്കിലും എന്താണ് മാറിയിരിക്കുന്നത്.
പിന്നെ വളരെയധികം ഈ ഒരു സമ്പത്തുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഈ മലിനീകരണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തങ്ങളുടെ കാർബൺ ഉൽപാദനം കുറയ്ക്കണം എന്നുള്ളത് നമ്മുടെ ഗ്രേറ്റ തൻബർഗിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു. അതിലൂടെ എന്താണ്, ദരിദ്ര രാജ്യങ്ങൾക്കും എന്താണ് ഒരുപാട് പരിസ്ഥിതി സൗഹൃദ വികസനങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നാണ് ഗ്രേറ്റ തൻബർഗ് അത്രയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോളിസിയിൽ, പാരീസ് അഗ്രിമെന്റ്, ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ഇത്രയും അധികം പോളിസീസിൽ എന്താണ് അത്രയും ഒരു സയന്റിഫിക് സാങ്കേതികപരമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മുടെ ഗ്രേറ്റ തൻബർഗിനുള്ളത്. ആ ഒരു വിശ്വാസവും ഉണ്ട്. പക്ഷെ അത് നമ്മൾ ആ പോളിസീസ് വെച്ച് നീട്ടാതെ എന്താണ് ഉടൻ നടപടികൾ എടുക്കണം എന്നുള്ളത് ഗ്രേറ്റ തൻബർഗിന്റെ ഒരു ആവശ്യമായിരുന്നു. മാത്രമല്ല ഈ ഒരു യുവജനത എന്താണ് ഇതിലോട്ട് അത്രയും സക്സസീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അത്രയും എന്താണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. അത് ഉറപ്പുവരുത്തണം, ആ ഒരു ഷ്യൂരിറ്റി അതിൽ കൊണ്ടുവരണം എന്നുള്ളതും ഗ്രേറ്റ തൻബർഗിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു. സോ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് രീതിയിൽ തന്നെ എന്താണ് ആ ഒരു രാജ്യത്തെ പൗരന്മാരെല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ഒരു പ്രതിഷേധ മാർഗത്തിലൂടെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഗ്രേറ്റ തൻബർഗിൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. സോ അത്രയും വ്യക്തികളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയായിരുന്നു നമ്മുടെ ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്നത്. ഒരുപാട് അവാർഡ്സും ബഹുമതികളും എല്ലാം എന്താണ് ഗ്രേറ്റ തൻബർഗിന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് തവണ നോബൽ പീസ് പ്രൈസിനുള്ള നോമിനേഷൻസിൽ പോയിട്ടുണ്ട്. 2019, 20, 21, 22 എന്നിങ്ങനെ 4 ഇയേഴ്സിൽ എന്താണ് അടുപ്പിച്ച് നമ്മുടെ നോബൽ പീസ് പ്രൈസിന് എന്താണ് നോമിനേഷൻസിൽ വരെ കയറിക്കൂടിയ ഒരാളാണ് ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു യൂണിറ്റ് വളരെ സിമ്പിളാണ്, വെറും 1 പേജിൽ തന്നെ പക്ഷേ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളൊരു യൂണിറ്റാണ്. നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരായിട്ട് നമ്മുടെ ഈ ഒരു സമകാലിക ലോകവുമായിട്ട് അത്രയും ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു സ്പീച്ചിൻ്റെ URL ഞാൻ ആഡ് ചെയ്തേക്കാം, ഇത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ ആ ഒരു സ്പീച്ച് ഫുള്ളായിട്ടൊന്ന് കേട്ടിട്ട് നമ്മുടെ ഈ ഒരു യൂണിറ്റും കൂടെ ഒന്ന് അനലൈസ് ചെയ്താൽ മതി. സിമ്പിളായിട്ടുള്ളൊരു യൂണിറ്റാണ്, നമുക്ക് സ്വന്തം വേർഡ്സിൽ കുറേ കാര്യങ്ങൾ എഴുതാൻ പറ്റും, ഒരുപാട് ആശയങ്ങൾ ഇതിലുണ്ട്. സോ നിങ്ങൾ എന്തായാലും ആ ഒരു സ്പീച്ച് ടൈം കണ്ടക്ട് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ഈ ഒരു യൂണിറ്റ് അനലൈസ് ചെയ്യുക. സോ അപ്പോൾ ഓക്കെ, ഈ യൂണിറ്റ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.